നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് സമ്മർദ്ദവും യാത്രാക്ലേശവും പലപ്പോഴും വർദ്ധിക്കും. അഥവാ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. വ്യാപാരത്തിൽ അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി നിലവിലുള്ള അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് മെയ് മാസത്തിന് ശേഷം സ്വല്പം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ആഗസ്റ്റ് മാസം മുതൽ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് ഉണ്ടാകുവാനിടയുള്ളൂ. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ചെറിയ തോതിൽ ശസ്ത്രക്രിയയ്ക്ക് യോഗമുണ്ട്. മാസം തോറുമുള്ള പരിശോധനകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും രോഗത്തിൻ്റെ ആധിക്യത്താൽ പലപ്പോഴും വിശ്രമ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനത്താൽ അനാവശ്യ ചിന്തകളും അനിഷ്ടമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിഞ്ഞു പോകുവാനിടയുണ്ട്. ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക പുരോഗതി അന്തിമ നിമിഷത്തിൽ വന്നു ചേരും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും. ഏറ്റെടുത്ത കരാറ് ജോലികളിൽ ഏറെക്കുറെ പൂർത്തീകരിക്കുവാനിടവരും. വിദേശയാത്രയ്ക്ക് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അന്തിമ നിമിഷത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുവാനിട വരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുന്നതാണ്. കടം കൊടുത്ത സംഖ്യ ജൂലൈ മാസത്തിന് ശേഷം തിരിച്ചു ലഭിക്കുന്നതാണ്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ഈ ഒരു സാഹചര്യത്താൽ വരുന്ന ചിങ്ങമാസം മുതൽ 2015 ആഗസ്റ്റിന് ശേഷം നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വ്യക്തി താൽപര്യം പ്രവർത്തന മേഖലകളിൽ വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് വഴി തൊഴിൽ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. മാതാപിതാക്കൾക്ക് പലപ്പോഴും അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി ആശുപത്രിവാസം വേണ്ടിവരും. തൊഴിൽ മേഖലയിലുള്ള അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാനായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെങ്കിലും അഹംഭാവമാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും വിരോധികളായിരുന്ന പലരും ലോക്യം കൂടുവാനിടവരുമെങ്കിലും അവരുടെ സ്വാർത്ഥ താൽപര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി പൊതുജനപ്രീതി നേടുവാനിടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുന്നത് പല ഉന്നതരെ പരിചയപ്പെടുന്നതിന് വഴിയൊരുക്കുവാനും ഈ വർഷത്തിൽ സാധ്യത കാണുന്നു. മകയിര നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ 2015 ആണ്ടിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.